എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു മാന്ത്രിക പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, 2025 മെയ് മാസം മുതൽ നമുക്കിനി അങ്ങോട്ട് പരീക്ഷാ സീസണാണ്. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെയ് 10-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടന്റ്, 17-ാം തീയതി നമ്മുടെ +2 ലെവൽ പരീക്ഷയായ സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ 24-ാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, ജൂൺ മാസം നടക്കാൻ പോകുന്നത് KAS-ന്റെ പരീക്ഷ, ജൂലൈ മാസം CPO-യുടെ പരീക്ഷ, പിന്നെ സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ, പിന്നെ തുടർന്ന് അങ്ങോട്ട് ബാക്കി പരീക്ഷകളും വരും. ഇത്രയാണ് ഇനി നടക്കാൻ പോകുന്ന മേജർ പരീക്ഷകൾ. ഇതിന്റെ അകത്തൊക്കെ ഉള്ള പ്രത്യേകത എന്താണ്? നമുക്ക് ഈ പരീക്ഷകളിലെല്ലാം ഓരോ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ടാവും, അല്ലെ? ഹിസ്റ്ററി ആണെങ്കിലും, ജോഗ്രഫി ആണെങ്കിലും, എക്കണോമിക്സ് ആണെങ്കിലും, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ഒഴിവാക്കി വിടുന്ന ഒരു സംഗതിയുണ്ട്, അതായത് കറണ്ട് അഫയേഴ്സ്, അല്ലെ? ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടും. കാരണം എന്തുകൊണ്ടാ? ഓരോ ഉദ്യോഗാർത്ഥിയും അവിടെ ആശങ്കയിലായിരിക്കും. അത് എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആയിരക്കണക്കിന് കാര്യങ്ങൾ കിടക്കുകയല്ലേ. ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? പരീക്ഷ എടുക്കുമ്പോൾ അവസാന നിമിഷം പോയി എവിടെയെങ്കിലും പോയി ഒരു കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക് തപ്പിയെടുക്കും, ഓടിച്ചു നോക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും, അത് ഉപേക്ഷിക്കും. പിന്നെ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് തെറ്റിക്കും, ഇല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കും. ഓക്കെ. പക്ഷെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ്, സെക്രട്ടറി അസിസ്റ്റന്റ്, KS ഒക്കെ ഒഴികെ ബാക്കി CEO, CPO പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇവയൊക്കെ പ്രത്യേകത ഒരു പരീക്ഷയാണ് നടക്കുന്നത്. ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താ? ആകെ ഒറ്റ പരീക്ഷ നടത്തിയിട്ട് അവിടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നെടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കും. മറ്റേ പ്രിലിമിനറി മെയിൻ നടത്തുമ്പോൾ അങ്ങനെയല്ല. പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നവർക്ക് എന്ത് ചെയ്യാം? മെയിൻ പരീക്ഷയിലേക്ക് എഴുതാം. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ പാസ്സാകാൻ ഒരു പക്ഷേ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. പക്ഷേ മെയിൻ പരീക്ഷ വരുമ്പോൾ അങ്ങനെയല്ല. കാരണം ഒറ്റ പരീക്ഷ, ഒറ്റ ലിസ്റ്റ്, എന്ത് ചെയ്യണം? നമുക്ക് ജോലിയിൽ പ്രവേശിക്കണം. ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ 10,000 പേര് ലിസ്റ്റിലാണെങ്കിൽ 10,000 പേർക്കും ജോലി കിട്ടത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ജോലി കിട്ടുന്നത് ആർക്കാ? ഏറ്റവും ടോപ്പ് വരുന്ന ആൾക്കാർക്കാണ്. അപ്പൊ ടോപ്പ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ടോപ്പ് മാർക്ക് നേടണം. എന്ന് പറഞ്ഞാൽ 10 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ബുക്കാക്കി അവതരിപ്പിക്കുന്നത്. പ്രിന്റ് ചെയ്ത് തരാൻ ഇപ്പോൾ സമയവും സാഹചര്യവും ഒന്നുമില്ല, പരീക്ഷ അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ബുക്കാക്കി തരുന്നത്. ഈ ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ സിലബസിൽ കണ്ടിട്ടുണ്ടാവും, ഓരോ സിലബസിന്റെ താഴെയും പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവന്റ് ടോപ്പിക് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പിന്നെയും ആശങ്കയിലാവും, ഇതെങ്ങനെ പഠിക്കണം. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്ന 2024 ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ബുക്ക്. എന്ന് പറഞ്ഞാൽ പരീക്ഷാ സിലബസിൽ പറഞ്ഞിട്ടുള്ള 10 ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് സെപ്പറേറ്റ് ആക്കി അവതരിപ്പിക്കുക. അതായത് 2024 നടന്ന ഏകദേശം മുഴുവൻ 90% ആനുകാലിക സംഭവം, കാരണം മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അതാത് ടോപ്പിക്കിന്റെ അണ്ടറിൽ അറേഞ്ച് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്താണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ISRയെ പറ്റി പഠിക്കുകയാണെങ്കിൽ ISR ദൗത്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഒരേ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും. ഇപ്പൊ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭാഗത്തിൽ വിഴിഞ്ഞത്തെ പറ്റി പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെപ്പറ്റി പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വരാവുന്ന ചില പ്രധാന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതാത് ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ അങ്ങനെ ജില്ലയുടെ ഓർഡറിൽ നൽകുന്നുണ്ട്. ഇനി സ്പോർട്സ് ആണെങ്കിൽ ക്രിക്കറ്റിനെ പറ്റി, ഫുട്ബോളിനെ പറ്റി, ഒളിമ്പിക്സിനെ പറ്റി, ബാക്കി ഗെയിംസിനെ പറ്റി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ മേഖലയിലും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ആ 10 മേഖലകൾ ഏതൊക്കെയാണെന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇന്ത്യ, കേരളം, ലോകം, സാമ്പത്തിക ശാസ്ത്രം, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരികം, കായിക മേഖല, പിന്നെ പുരസ്കാരങ്ങള്, പിന്നെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങള്, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. ഇങ്ങനെ 10 ടോപ്പിക്കുകളായിട്ട് തിരിച്ചാണ് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ട് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ 10 ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഓരോ മാർക്ക് വെച്ച് നമ്മുടെ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടാവും 10 മാർക്ക്. ഓക്കെ. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? മാക്സിമം 10ൽ 8 മാർക്ക് ഷുവർ ആണെന്ന് നമുക്ക് പറയാം. കാരണം അതുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്.
ഓക്കെ. പിന്നെ ഏതെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കിട്ടാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കി കളയുന്നിടത്തുനിന്ന് എന്ത് ചെയ്യാം, പരമാവധി 8 മുതൽ 10 മാർക്ക് വരെ നമുക്ക് സ്കോർ. ഒരിക്കലും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ ഒരിക്കലും അവകാശം പറയത്തില്ല, അല്ലേ? കാരണം വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദാനം പോലെ ആയിപ്പോൾ. അങ്ങനെയല്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളോട് ആ ഒരു വിഷയം ഞങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഇനി തപ്പി നടക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അറേഞ്ച് ചെയ്ത് തരികയാണ്. വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീഡ്ബാക്കും കൂടെ ഇതിനോടൊപ്പം ഷെയർ ചെയ്യണം. വാങ്ങിയ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കാണ്. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, ആ ഒരു കാഴ്ചപ്പാട് വരും. പക്ഷേ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു ഇ ബുക്ക് ഇറങ്ങുന്നത്. അറിയില്ല, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇറങ്ങിയതായിട്ട് അറിയണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ അറിവിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അത്ര എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ചുരുങ്ങിയ ഒരു 100 ദിവസം കൊണ്ട് തയ്യാറാക്കി. ഏകദേശം 100 ദിവസത്തിനടുത്താണ്, 95 ദിവസം 96 ദിവസം കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, പരീക്ഷ ഈ സീസൺ ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം ഗെയിൻ നോളജ് മിഷൻ സ്ഥിരമായിട്ട് കഴിഞ്ഞ 5 വർഷമായി മേഖലയിലുണ്ട്. ഓരോ ബാച്ചിലും 20 മുതൽ 25 കുട്ടികൾ അല്ലെങ്കിൽ അത്രയും കുട്ടികൾ മാത്രം എടുത്തുകൊണ്ട് അവർക്ക് 10 + 2 ഡിഗ്രി ലെവലിലെ ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നവംബർ മാസം മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ടോപ്പിക് വൈസ് അല്ല, അത് 2-3 ദിവസത്തെ ചേർത്താണ് അങ്ങനെ ഫെബ്രുവരി വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പിന്നീട് അത് കാണാത്ത നമ്മൾ ഈ ഒരു ഇ ബുക്കിന്റെ തയ്യാറെടുപ്പിലായതുകൊണ്ടാണ്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ 10 + 2 ഡിഗ്രി ലെവൽ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഇ ബുക്ക് ആണെന്നതിൽ ഒട്ടും സംശയമില്ല. കാരണം 2024 ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 2023 തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ 10 ടോപ്പിക് ആക്കിയുള്ളൂ. കാരണം 2025 പകുതി ആകുമ്പോൾ തീർച്ചയായിട്ടും 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ മതിയാവും. എന്നിരുന്നാൽ 2024 10 ടോപ്പിക്കായിട്ട് മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തത് ഓരോ മാസത്തതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ 10 ടോപ്പിക്ക് ഉൾപ്പെടുത്തി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം നടക്കുന്നതല്ല, സെപ്റ്റംബർ മാസത്തെ ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷയിൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ പരാജയപ്പെടത്തില്ല. അതുപോലെ തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ ബുക്കുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും കൂടെ നിങ്ങൾക്കായിട്ടൊന്ന് അവതരിപ്പിക്കാം. 2024 ആ 10 ടോപ്പിക് വൈസ് ഇ ബുക്കുകൾക്കും കൂടെ ചേർത്തിട്ട് ആകെ ചാർജ് വരുന്നത് 175 രൂപയാണ്. 10 ടോപ്പിക്കുകൾക്കും കൂടെ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് 10 സെറ്റ്, അതായത് ഓരോ സബ്ജക്റ്റും ഓരോ സെറ്റാക്കി, അങ്ങനെ 10 സെറ്റ് നിങ്ങൾക്കായി 175 രൂപയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ 2023 3 സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ഇന്ത്യ, ഒന്ന് കേരളം, ഒന്ന് സ്പോർട്സും മറ്റ് അവാർഡുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട്. ഈ 3 സെറ്റിനും കൂടെ ആകെ ചാർജ് ചെയ്തിരിക്കുന്നത് 75 രൂപയാണ്. അതായത് രണ്ടും കൂടെ നിങ്ങൾക്ക് 250 രൂപയാകുന്നിടത്ത് ഞങ്ങളിത് ആ കോംബോ ഓഫർ വെക്കുകയാണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വെറും 180 രൂപയ്ക്ക് അത് രണ്ടും കൂടെ നിങ്ങൾക്ക് വാങ്ങാം. 2023 3 സെറ്റും 2024 10 സെറ്റും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാം? 180 രൂപയ്ക്ക് വാങ്ങാം. കാരണം 2024 മാത്രം 175 രൂപയ്ക്ക് കൊടുത്തതാണ്. അപ്പം രണ്ടും കൂടെ 180 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇനി കഴിഞ്ഞിട്ടില്ല. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ചും കൂടെ ഉണ്ട്. അത് ഓരോ മാസവും 25 രൂപയാണ് പെർ മന്ത് നമ്മൾ ചാർജ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അത് വേണ്ട 2024 മതി എന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വാങ്ങാം. ഇനി 2023-24 കോംബോ വാങ്ങുന്നവർക്ക് 2 സെറ്റ് 2024 ചോദിച്ച കറണ്ട് അഫയേഴ്സുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ അതിനോടൊപ്പം അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ 2023-24 കറണ്ട് അഫയേഴ്സ് ഇ ബുക്കുകൾക്കായിട്ട് നിങ്ങൾ ആകെ മുടക്കേണ്ടത് 180 രൂപ മാത്രം. 2025 നിങ്ങൾക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ട്. ഓരോ മാസത്തേക്കും 25 രൂപ വെച്ചാണ് പെർ മന്ത് ചാർജ് വരിക. അത് 6 മാസത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ജനുവരി ടു ജൂൺ 140 രൂപയ്ക്കും ജനുവരി ടു ഡിസംബർ 240 രൂപയ്ക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ. അത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. താല്പര്യമുള്ളവർ മതി. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഒറ്റ പരീക്ഷ ഉള്ളപ്പോൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ടോപ്പ് വരണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്യണം? മുഴുവൻ മാർക്കും നമ്മൾ നേടണം. ഒന്നുമില്ലെങ്കിൽ 10ൽ 8 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളഞ്ഞ 8 മാർക്കാണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം കയറുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എഴുതി ബാക്കി എല്ലാ സബ്ജക്റ്റും കൂടെ 90ൽ ഒരു 65-70 മാർക്ക് കിട്ടിയുള്ളൂ എങ്കിൽ തീർച്ചയായും ഒരു കറണ്ട് അഫയേഴ്സ് 10 മാർക്കിൽ ഒരു 8 മാർക്ക് കൂടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ പോകും? റാങ്കിൽ ഒത്തിരി ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. കാരണം നമ്മുടെ സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം.
ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ബന്ധപ്പെടുക. ഇത് വെറും വാക്ക് പറയുന്നതല്ല, ഇത് വാങ്ങിയവരുടെ ഫീഡ്ബാക്ക് ഇതിൽ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ, കാരണം അത്ര എഫേർട്ട് ഇട്ട് ചെയ്തത് കൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും അതിന് ഫലം കാണും എന്ന് തന്നെയാണ്. കാരണം നമ്മളുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് ക്ലാസ്സുകളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, ഈ ബുക്ക് ഇതിനോടൊപ്പം നമ്മുടെ CPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ മെയ് 12-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അത് രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് അതിന്റെ സമയം വെച്ചിരിക്കുന്നത്. ജൂലൈ 25-ന് CPOയുടെ പരീക്ഷ വരുന്നതിന് മുമ്പായിട്ട് 5 ദിവസം മുന്നേ നമ്മൾ അതിന്റെ ക്ലാസ് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ, കാരണം ഒരുപാട് കുട്ടികൾ ഫുൾ ടോപ്പിക്ക് ചോദിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇനി അതിനുള്ള സമയമില്ല. നമ്മുടെ ഫുൾ ടോപ്പിക്കുകളെല്ലാം നമ്മൾ 1 ഇയർ കോഴ്സിലൂടെ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അത് ഏകദേശം ആ ബാച്ച് ഫൈനൽ സ്റ്റേജിലേക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങുന്നത് CPOയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് ആണ്. അത് രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മൾ അതിന്റെ ക്ലാസ് ടൈമിംഗ് വെച്ചിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ കൂടുതലും ചെറുപ്പക്കാർ തയ്യാറെടുക്കുന്നവരൊക്കെ ഒരുപാട് പേര് പല കടകളിലായിട്ടൊക്കെ ജോലി ചെയ്യാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ രാത്രി കടയൊക്കെ അടച്ചിട്ടെത്തുമ്പോൾ 9 മണിയോളം ആകും. അപ്പോൾ അവർക്കൊരു അവസരം എന്ന രീതിയിലാണ് ആ ഒരു സമയത്തേക്ക് നമ്മൾ ക്ലാസ്സുകൾ വെക്കുന്നത്. താല്പര്യമുള്ള തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. അതിലും ഒരു ബാച്ചിലേക്ക് നമ്മൾ 25 വരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 20 ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതി പോകുന്ന സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള BNSഉം BNSSഉം BSAയും പോലീസ് ആക്റ്റും റൈറ്റ് ടു ഇൻഫർമേഷനും IT ആക്റ്റും എല്ലാം ചേർത്ത് NDPS ഇതെല്ലാം എല്ലാ നിയമങ്ങളും കൂടെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാം. അതിലും ഈ പറഞ്ഞ പോലെ ഒറ്റ പരീക്ഷയാണ്. ആ 20 മാർക്കും നിങ്ങൾക്ക് ഇതിലൂടെ ഉറപ്പിക്കാം. കാരണം അത്ര രീതിയിലാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം പരിചയസമ്പന്നരായ അഭിഭാഷകർ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായും നിയമത്തിന്റെ വഴിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും. കാരണം അത്രയ്ക്കായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമുക്കിതിൽ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. സ്പെഷ്യൽ ടോപ്പിക്ക് CPOയ്ക്ക് മാത്രമല്ല IRBക്കും ഒരേ സിലബസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. രണ്ടിനും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരൊറ്റ കോഴ്സിലൂടെ പ്രയോജനപ്പെടുത്താം. അതിന്റെ ടോട്ടൽ ഫീസ് വരുന്നത് 750 രൂപയാണ്. ഇപ്പൊ അതിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നത് മെയ് 12-ആണ്. അതുവരെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് 600 രൂപ. 600 രൂപയായിട്ട് നിങ്ങൾക്ക് അടച്ചിട്ട് ചേരാം. ഇനി 600 രൂപ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് 2 തവണയായിട്ട് അത് അടയ്ക്കാം. വേണമെങ്കിൽ 300 അടച്ച് ജോയിൻ ചെയ്തിട്ട് ബാക്കി 300 അടുത്ത മാസമായിട്ട് അടച്ചാലും മതി. ഞങ്ങൾ ഒരിക്കലും ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. പിന്നെ ആ ഒരു തുച്ഛമായ ഫീസ് ചാർജ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളൊരു 20-25 പേർക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു 2 മാസം അല്ലെങ്കിൽ 1 വർഷം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിൽ 1 വർഷത്തേക്കാണ് ക്ലാസ്. അതിൽ മാസം 300 രൂപ എന്ന രീതിയിലാണ് നമ്മളവിടെ ഫീസും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് വളരെ തുച്ഛമായ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാം. അതാണ് ഗെയിൻ നോളജ് മിഷൻ. ഓക്കെ, തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം. താല്പര്യമുള്ളവരൊക്കെ ഇതായി തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക. ഈ ബുക്ക് വാങ്ങാനാണെങ്കിലും കോഴ്സിൽ ചേരാനാണെങ്കിലും ബന്ധപ്പെടാം. ഇനി അതല്ല, നിങ്ങൾക്ക് റെഗുലർ കോഴ്സാണ് വേണ്ടതെങ്കിൽ നമ്മൾ 10th ലെവൽ സെപ്റ്റംബർ മാസം നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു 10th ലെവൽ ബാച്ച് മെയ് 19-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അത് രാവിലെ 6 മണിക്ക് ഒരു ബാച്ചും രാത്രി 8 മണിക്ക് ഒരു ബാച്ച് എന്ന രീതിയിലാണ് അതിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 7 മണി അല്ലെങ്കിൽ 7:30 വരെ, മാക്സിമം 1.5 മണിക്കൂർ വരെ നമ്മുടെ ക്ലാസ്. കാരണം ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങളെ പിടിച്ചിരുത്തുമ്പോൾ അതിൻ്റെതായ സമയവും സാഹചര്യവും കൂടെ നോക്കണം. അതുകൊണ്ട് 6 മണി മുതൽ 7:30 വരെ ആയിരിക്കും മാക്സിമം. അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ സാധാരണ തീരും. കണക്കിന്റെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 7:30 വരെ പോകും. അതുപോലെ രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. കണക്കിന്റെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 9:30 വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും മുഴുവൻ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് പഠിക്കാം. ഒട്ടും ടെൻഷൻ ഇല്ലാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ക്ലാസ്സിൽ തന്നെ നോട്ട് ഉൾപ്പെടെ എഴുതിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെ വിഷയത്തിന് ഏതൊക്കെ നോട്ട് വേണം, എങ്ങനെ എഴുതണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചേരുമ്പോൾ ഫസ്റ്റ് എപ്പോഴും ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് ആയാലും നമ്മുടെ 1 ഇയർ റെഗുലർ കോഴ്സ് ആയാലും എല്ലാത്തിനും ഒരു ഓറിയന്റേഷൻ ക്ലാസ് തന്നിട്ടേ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരിടത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതൊരു സ്ഥാപനമായിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന കോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നന്നാക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കോഴ്സിലേക്ക് ചേരാൻ. ഇവിടെയല്ല, എവിടെയായാലും നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. അപ്പോൾ നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഫസ്റ്റിലെ നിങ്ങൾ വരുമ്പോൾ ഒരു ഓറിയന്റേഷൻ 1 hour ഉണ്ടാവും. ആ ഓറിയന്റേഷനിൽ കൃത്യമായി നമ്മളുടെ മിഷനെ പറ്റി പറയും, നമ്മുടെ കോഴ്സുകളെ പറ്റി പറയും, പിന്നെ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്ന രീതിയെ പറ്റി പറയും, പിന്നെ പരീക്ഷയെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം എന്ന രീതിയെ പറ്റി പറയും. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ നമ്മളുടെ കോഴ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക.
അല്ലാതെ ചാടിക്കേറി ഇന്നങ്ങോട്ട് തുടങ്ങി പെട്ടെന്ന് സബ്ജക്റ്റ് പഠിപ്പിച്ച് തുടങ്ങുകയല്ല ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ആ ഒരു ഉദ്ദേശം നമ്മൾ അറിയണം, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. ജോലിയായാലും പഠിത്തമായാലും നമ്മളത് അറിഞ്ഞ് തന്നെ പഠിക്കും. ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം കേരളത്തിൽ നിന്ന് നിലകൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗെയിൻ നോളജ് മിഷൻ. ഓക്കെ, ഈ വരുന്ന ജൂൺ 1-ാം തീയതി നമ്മൾ 6-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള ഫീസ് ഇളവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ 6th ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോങ് ടൈം ബാച്ചും കൂടെ ജൂൺ 1st വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് രാത്രി 9 മണി മുതലായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ കോഴ്സിൻ്റെ രീതി. അപ്പോൾ ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരോ CPA ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും റെഗുലർ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചേരാം. കാരണം ഇപ്പോൾ CPA കൈവിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത റെഗുലർ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള CPAക്കുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ച് വേണമെങ്കിൽ ഇത്തവണ അറ്റൻഡ് ചെയ്യാം. ഇനി അത് കിട്ടിയില്ല എങ്കിൽ പോലും ആ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ നോട്ട് ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അടുത്ത വർഷത്തെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. കാരണം അതിൽ വലിയ മാറ്റമൊന്നും വരുത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കറണ്ട് അഫേഴ്സ് മാത്രം മാറ്റമല്ല, ബാക്കി ഇപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് ഏത് പരീക്ഷയ്ക്കും ഉപകരിക്കും. അതുപോലെയാണ് റെഗുലർ കോഴ്സ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിനോടൊപ്പം റെഗുലർ കോഴ്സ് പഠിച്ചു പോയാൽ അടുത്ത CPA വരുമ്പോഴത്തേക്ക് നിങ്ങൾ കറണ്ട് അഫേഴ്സ് സെറ്റാണ്, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് സെറ്റാണ്, ബാക്കി സബ്ജക്റ്റുകൾ റെഗുലർ കോഴ്സിലൂടെ പഠിച്ചു പോകുമ്പോൾ അതും സെറ്റായിരിക്കും. അടുത്തൊരു വർഷത്തിനുള്ളിൽ നമുക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാം. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ കോഴ്സ് ചേരാനോ ഈ ബുക്ക് വാങ്ങാനോ എല്ലാം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഓക്കെ, താങ്ക് യു.